ഇവിടെ ഇവിടെ റോക്കട ഉണ്ടാക്കിയപ്പോഴേ ഈ പൊന്നാര വരക്കാർ ചെന്ന് ഇറങ്ങി രണ്ടാളെ വിട്ട് പണിക്കാളിക്കല്ലോ രണ്ടാളെ വിട്ടു അപ്പോൾ ഇറങ്ങി തന്നെ അത് ഇറങ്ങണ്ട കാരണം അവരെന്താ തോന്നി കഴിക്കുന്ന പണികൾ ഇങ്ങനെ ഒരു വിളവെടുപ്പിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് ഒരുപാട് വർഷങ്ങളായി ഈ ഒരു കൃഷിയുടെ സംരംഭം തുടങ്ങിയിട്ട്. അപ്പൊ അതിൽ ഇത്രയും 100 മേനി വിളഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പൊ ഇനിയും അങ്ങോട്ടും ഈ കൃഷിയെടുപ്പിൽ 100 മേനി വിളയാനും അതിൽ നമുക്കെല്ലാം പങ്കാളികളാവാനും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുകയാണ് ചങ്ങരംകുളം ചീയാനൂർ സ്വദേശികളായ കൈപ്രവളപ്പിൽ നാരായണനും മടത്തിൽ വളപ്പിൽ സുരേഷും. പ്രദേശത്ത് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കഴിഞ്ഞ 20 വർഷമായി നാരായണനും സുഹൃത്ത് സുരേഷും ചേർന്ന് പച്ചക്കറി കൃഷി ഇറക്കുന്നത്. ഇത്തവണ വിഷു വിപണി ലക്ഷ്യമിട്ട് 2 ഏക്കർ സ്ഥലത്താണ് കണിവെള്ളരി കൃഷി ആരംഭിച്ചത്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ നടന്നിട്ടുള്ള ഈ ഒരു പച്ചക്കൃഷി വിളവെടുപ്പ് നടന്നത്. അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വാർഡ് മെമ്പർ എന്ന സ്ഥിതിക്കും നാട്ടുകാരനെന്നതിലും വളരെ അഭിമാനം തോന്നുകയാണ്. അപ്പൊ ഇനി വരും വർഷങ്ങളും ഇതിലും മികച്ച രീതിയിലുള്ള പലതരം പച്ചക്കറികൾ കൃഷിയുമായിട്ട് വിളവെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ഭാഗമാകാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൻ്റെ പാപ്പനായ നാരായണ പാപ്പന് ഇനിയും മികച്ച രീതിയിലുള്ള പച്ചക്കറി കൃഷി നടത്താൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി നിർത്തുന്നു. 5000 കിലോയിലധികം തൂക്കം വരുന്ന വെള്ളരിയാണ് നാരായണന്റെയും സുരേഷിന്റെയും കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞത്. കണിവെള്ളരിയിൽ തീരുന്നതല്ല ഇവരുടെ കൃഷി. പടവലം, പയർ, ചീര, മത്തൻ, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികൾ ഏകദേശം 2 ഏക്കർ സ്ഥലത്തായി ഇത്തവണയും ഇറക്കിയിട്ടുണ്ട്. വിഷുവിനോടനുബന്ധിച്ച് നടന്ന വിളവെടുപ്പിന് ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. ഞാനൊരു 2006 ശേഷം ഗൾഫിൽ വന്നിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ മുന്നൊക്കെ ഗവൺമെന്റിന് ഒരു 6000 രൂപ വെച്ച് കിട്ടിയത്. ഇപ്പൊ അതൊന്നുമില്ല. എന്നാലും ഒരു രസമാണ് ഇതൊക്കെ. പിന്നെ ഇപ്പൊ സ്ഥലമുള്ളടത്ത് വെള്ളമില്ല, വെള്ളമുള്ളടത്ത് സ്ഥലമില്ല. ഇപ്പൊ 3 പറമ്പിലായിട്ടാണ് എൻ്റെ കൃഷി എടുക്കുന്നത്. ഏകദേശം 2.5 ഏക്കറോളം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് ഭാഗത്തെ കൂടി ഷൈനിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരുന്നത്. അപ്പുറത്തുണ്ട്, ഇനി അപ്പുറത്തൊരു പറമ്പുണ്ട്. അങ്ങനെ 3-4 പറമ്പുണ്ട്. 30,000 രൂപ എനിക്ക് മാക്സിമം ചെലവ്. ഏകദേശം 1,00,000 രൂപ അടുത്ത് തന്നെ വെള്ളരിക്ക വിൽക്കാൻ പറ്റും. കാരണം അത്രയധികം വിളവ് കിട്ടിയിട്ടുണ്ട്. ഇനി പകുതി പോലും പൊട്ടിച്ചിട്ടില്ല, ഇനി പൊട്ടിക്കാൻ കിടക്കുകയാണ്. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഈ വർഷം മഴക്കാലം പെയ്ത് പിന്നെ പന്നിശല്യവും മയിലിന്റെ ശല്യമൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഉള്ളിൽ കയറിയിട്ടൊന്നും ഉപദ്രവിച്ചിട്ടില്ല. പഞ്ചായത്ത് അംഗങ്ങളായ ഷെമീന മുഹമ്മദ്, വിപിൻ ചിയാനൂർ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളും സഹായികളുമായ ഹരിദാസൻ, ഉണ്ണികൃഷ്ണൻ, വേലായുധൻ, കുട്ടാപ്പി തുടങ്ങിയവരും പങ്കെടുത്തു. ഓരോ വർഷവും സീസൺ ആവുന്നതോടെ ഉത്സവലഹരിയിൽ നടത്തുന്ന വിളവെടുപ്പിന് ഇവരുടെ കുടുംബങ്ങളും നാട്ടുകാരും എത്തിച്ചേരാറുണ്ട്. CNTV ചങ്ങരംകുളം.